നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആ ക്യാമറ ഇച്ചിരി പൊക്കി പിടിക്കും. ഇന്നേ മെഗാ ഓഫർ അല്ല, മെഗാ ക്ലിയറൻസ് സെയിൽ. ഇന്നിപ്പം എല്ലാം ഏത് സാരി എടുത്താലും 300 രൂപ വില വരുന്ന സാരിയാണ് കാണിക്കുന്നത്. കഴിഞ്ഞിടയ്ക്ക് ഞാനൊരു 200 രൂപ വില വരുന്ന സാരി കാണിച്ചായിരുന്നു. അതും കാണിക്കാം, ഇടയ്ക്ക് കാണിക്കാം. ഇനി അങ്ങോട്ട് കുറച്ച് ദിവസത്തേക്ക് ക്ലിയറൻസ് സെയിലിൻ്റെ ഒരു പരമ്പര സീരീസ് ആയിരിക്കും. എന്നുകൊണ്ട് എല്ലാ ദിവസവും അല്ല, ഒന്നിടവിട്ട ദിവസങ്ങളിലോ 2 ദിവസം കൂടുമ്പോഴൊക്കെ എല്ലാ ഐറ്റംസും സാരി, ചുരിദാർ സെറ്റ്, കുർത്തി അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇയർ എൻഡിങ് അല്ലേ, അപ്പം മുഴുവൻ ക്ലിയർ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഈ അവസരം നല്ല വില കുറച്ചാണ് ഇടുന്നത്. അപ്പം പറ്റുന്നവർ വാങ്ങിക്കുക. എപ്പോഴും കിട്ടത്തില്ലല്ലോ ഇയർ എൻഡ് സെയിൽ എന്നുള്ള ആ ഒരു ഇത്. നമുക്ക് പുതുവർഷത്തിലേക്കൊക്കെ കിടക്കുമ്പോഴേ ഡെഡ് സ്റ്റോക്ക് വരാതെ നോക്കണമല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. ഇത് എല്ലാത്തിനും 300 രൂപ വിലയുള്ള സാരികളാണ്. ഇനി അടുത്ത ദിവസങ്ങളിൽ ഞാൻ 200 രൂപ വിലയുള്ള സാരികൾ കാണിക്കാം കേട്ടോ. അതിപ്പോഴും പണ്ട് കാണിച്ചതിട്ട് ഇപ്പോഴും എൻക്വയറി വരുന്നുണ്ട്. അത് കാണിക്കാം എന്നു ഞാൻ പറയുന്നത്. ഈ ദിവസങ്ങളിൽ എന്തെങ്കിലും കാണിക്കാം, അത് റെഡി ആക്കിക്കൊണ്ട് വരുന്നതേ ഉള്ളൂ. ഇതൊരു ക്രേപ്പ് പോലത്തെ, ഒരു ക്രേപ്പിൻ്റെ പോലെ ഒരു പരിവരും എന്നുള്ള ഒരു മെറ്റീരിയലാണ്. ഇതാണ് സാരി. ഇനി ബ്ലൗസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് അങ്ങനെ അറിയത്തില്ല. ഓരോന്നിനും ബ്ലൗസ് ഉണ്ടോ നമ്മൾ നോക്കുന്നില്ല. ചിലതിന് ബ്ലൗസ് ഉണ്ട്, ചിലതിന് ബ്ലൗസ് ഇല്ല. അപ്പം നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും കളർ ബ്ലൗസൊക്കെ ഇടാം. ഇതാണ് സാരിയെ. എല്ലാം ഇങ്ങനത്തെ ഏകദേശം മെറ്റീരിയലാണ്. അടുത്തത് ഇത്. പിന്നെ ഇത് റിഡക്ഷൻ സൈറ്റ് ആയതുകൊണ്ട് തന്നെ റിട്ടേണോ എക്സ്ചേഞ്ച് റീഫണ്ടോ ഒന്നും ഇല്ല കേട്ടോ. നിങ്ങളുടെ സ്വന്തം ഇതിൽ വാങ്ങിക്കുക. ഞങ്ങൾ ആരെയും ഫോഴ്സ് ചെയ്തോ നിർബന്ധിച്ചോ ഒന്നും വാങ്ങിപ്പിക്കുന്നില്ല. അങ്ങനെ വാങ്ങിപ്പിക്കാനും പറ്റിയല്ല, എനിക്കറിയാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വാങ്ങിക്കുള്ളൂ. എന്നാലും ഞാൻ പറയുക, റിഡക്ഷൻ സൈഡിനൊന്നും ഓഫർ സൈഡിനൊന്നും റിട്ടേണോ എക്സ്ചേഞ്ചോ ഒന്നുമില്ല. ഇത് കണ്ടോ, ഇതാണ് സാരി. ഇങ്ങനെ ഇതൊരു ബ്രാസോ മോഡൽ സാരിയാണേ. ബ്രാസോ മോഡൽ സാരിയാണെന്നല്ല, ബ്രാസോ സാരി തന്നെയാണ്. എന്തിനാ അങ്ങനെ പറയുന്നത് അല്ലേ? പെട്ടെന്ന് നോക്കിയപ്പോഴേ ഇതിൻ്റെ ഇടയ്ക്ക് വേറെ കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് പോകുന്നേ നമ്മളിങ്ങനെ. അയ്യോ, കാണിച്ചത് മാറിപ്പോയി. ഇതാ മുന്താണിയുണ്ട് ഇവിടെ കാണിച്ചില്ല. ഇതിനും ബ്ലൗസ്, വിത്ത് ബ്ലൗസ് ഉണ്ടോ ഇല്ലയോ എന്ന് അളന്ന് നോക്കിയാലേ അറിയത്തുള്ളൂ. വിത്ത് ബ്ലൗസ് ഇല്ല എങ്കിൽ, ഉണ്ടെങ്കിൽ ഇത് റണ്ണിങ് തന്നെയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഇതിനേതെങ്കിലും ചേരുന്ന പീച്ച് ഷെയ്ഡോ ഗ്രീൻ ഷെയ്ഡോ ബോട്ടിൽ ഗ്രീനോ ഒക്കെ ഇടാം കേട്ടോ. ഏത് വേണേലും ഇടാം. എങ്ങനെ അലസകലസമായിട്ട് വേണേലും ഉപയോഗിക്കാം, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഇതെല്ലാം ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ. നമ്മൾ റിഡക്ഷൻ സെയിലിൽ ഇടുന്നതാണ്. ഇതിപ്പം 300 രൂപ, 200 രൂപ, 300 രൂപ എന്ന് തരത്തിരിച്ച് വെച്ചിട്ട് അങ്ങനെ ഇടുന്ന കേട്ടോ. ഇത് ശരിക്കും 500 രൂപ, 600 രൂപ, 700 രൂപ വരെ പോയിട്ടുള്ള സാരികളുണ്ട് ഇതിനകത്ത്. പീച്ചിൻ്റെ നല്ലൊരു ഷെയ്ഡ്. ഒരു സൈസ് സ്റ്റോൺ വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല വൈറ്റ് ബ്ലൗസൊക്കെ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും. അയ്യോ, ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാനിപ്പോൾ ഓർത്തപ്പോഴാണ്. റെഡിമെയ്ഡ് ബ്ലൗസ് കിട്ടാൻ ഒത്തിരി പേർക്ക് ഡിലേ ആയെന്ന് എനിക്കറിയാം. അത് ഞാൻ പറഞ്ഞായിരുന്നു ഡെസ്പാച്ച് ഒന്നിച്ചേ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ചോദിച്ചാൽ എല്ലാവരും എടുത്ത് പറഞ്ഞു ഡെസ്പാച്ച് നെക്സ്റ്റ് മൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. ഡെസ്പാച്ച് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞിട്ടും അതിന് ഇത്രയും ബ്ലൗസുകൾ കൊടുത്തു വരുമ്പോഴത്തേനും നിങ്ങളുടെ ബുക്കിംഗ് ടൈം വരുമ്പോൾ ചിലപ്പോൾ മുന്നോട്ട് പോകും. ബുക്കിംഗ് ടൈം അനുസരിച്ചാണ് ഫസ്റ്റ് കം ഫസ്റ്റ് എന്ന് പറഞ്ഞ് ഉള്ള രീതിക്കാണ് നമ്മൾ അയച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ക്രിസ്മസ് ഇങ്ങനത്തെ നമ്മുടെ സീസൺ അല്ലേ, ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആയതുകൊണ്ട് കൊറിയറിനാണെങ്കിലും പോസ്റ്റലിനാണെങ്കിലും എല്ലാം നല്ല ഡിലേ ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് പലർക്കും താമസിച്ചു പോയത്. നമ്മുടെ അടുത്ത് നിന്ന് വാങ്ങിക്കുന്ന സാധനം സ്ഥിരം വാങ്ങിക്കുന്നവർക്കെല്ലാം അറിയാം, ഒരു ഡിലേയും വരാറില്ല. വിത്തിൻ 3 days അല്ലെങ്കിൽ 4 days അത്ര ഒന്നും ഇല്ല. കേരളത്തിൽ തന്നെയാണെങ്കിൽ അത്രയും പോലും ഇല്ല, വന്നിട്ട് വരാം. പക്ഷേ ഈ പ്രശ്നം ഞങ്ങളുടെ ഡിലേ അല്ല. ഞങ്ങൾ ഇവിടുന്ന് ഇന്ന ദിവസം ഡെസ്പാച്ച് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്. ആ ദിവസം തന്നെ ഡെസ്പാച്ച് നടന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുമുണ്ട്. നിങ്ങളുടെ ബുക്കിൻ്റെ അനുസരിച്ച് ഇത് പോയിട്ടുമുണ്ട്. അല്ലാതെ ആരുടെയും നമ്മൾ മനഃപൂർവ്വം വൈകിക്കുന്നതല്ല കേട്ടോ. ചിലർക്കെല്ലാം അതൊരു ഇതായി. കാരണം സ്ഥിരമായിട്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഒരു ദിവസം ഇങ്ങനെ ഇതാകുമ്പോഴൊക്കെ ഒരു ബുദ്ധിമുട്ട് വരില്ല. അറിഞ്ഞുകൊണ്ട് ചെയ്തല്ല കേട്ടോ. ഇത് നമ്മുടെ ഇപ്പം സീസൺ വരുമ്പോൾ അങ്ങനെ ഒരു തിരക്കും കാര്യങ്ങളും ഒക്കെ വരുമല്ലോ, അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാ കേട്ടോ. ഇപ്പം ഔട്ട് ഓഫ് സ്റ്റേറ്റിലൊക്കെയാണ് ഒത്തിരി താമസിക്കുന്നുണ്ട്, ഒത്തിരി താമസിക്കുന്നുണ്ട്. കാരണം ഇത് ബണ്ടിൽ എന്നിട്ട് ഇതൊക്കെ ഹെഡ് പോസ്റ്റ് ഓഫീസിൽ പോയി അവർക്കൊരു പ്രോസസ്സിംഗ് ഉണ്ട്, അവർക്കൊരു പ്രൊസീജിയർ ഉണ്ട്, അതനുസരിച്ചേ പോവുള്ളൂ. അല്ലാതെ നമ്മൾ ഇപ്പം ഇവിടുന്ന് കോയമ്പത്തൂർക്ക് അല്ലെങ്കിൽ ചെന്നൈക്ക് അയക്കുന്ന കറക്റ്റ് നേരെ ചെന്നൈക്കല്ല പോകുന്നത്. അവരവരുടെ ഡിവിഷണൽ ഓഫീസിലൊക്കെ പോയി അങ്ങനെ എന്തൊക്കെയോ പ്രോസസ്സിംഗ് ഉണ്ട് എന്നിട്ടാണ് പോകുന്നത് കേട്ടോ. അതുകൊണ്ടാണേ. ഇതാ നല്ലൊരു ചെക്ക് ഡിസൈൻ വരുന്ന
ഇതൊരു സെമി ജോർജറ്റാന്ന് തോന്നുന്നു. മസ്റ്റാർഡ് യെല്ലോ ബ്ലൗസൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. നല്ല എന്നാ പറയുന്നത്, ഇതില്ലേ സോഫ്റ്റായിട്ടുള്ള കളറ്. ഇതിനകത്ത് 200 രൂപയുടെ പെട്ടിട്ടുണ്ടെങ്കിൽ അന്ന് ആ റേറ്റ് ഇടും അല്ലേ? ഇത് കണ്ടാൽ അറിയാവോ? ഇങ്ങനെ സ്ക്രീനിലാണ് വില എല്ലാം 300 രൂപയുടെ എന്ന് പറഞ്ഞ് എടുത്ത് വെച്ചേക്കുന്ന ഒരു ഡൗട്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ സ്ക്രീനെ നോക്കി നിങ്ങൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു വെച്ചാൽ മതി കേട്ടോ. 300 രൂപയുടെ അല്ലെങ്കിൽ 200 രൂപയുടെ ആണെങ്കിൽ രണ്ട് സാരി തമ്മിൽ ചെറിയ സ്റ്റഫിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയ റേറ്റ് അനുസരിച്ചാണ് നമ്മൾ പെർസെൻറ്റേജ് ഇട്ട് അത് വില. നല്ല സാരി അല്ലേ? ലൈറ്റ് ബ്ലൂ ഷെയ്ഡ്, പൗഡർ ബ്ലൂ. നല്ല സാരിയാണ്. ഈ ചർച്ചിലും അങ്ങനെയൊക്കെയുള്ള അമ്പലത്തിലൊക്കെ പോകുമ്പോൾ നമ്മൾ ഇച്ചിരി എന്നാ പറയുന്നത് ലളിതമായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള കളറുകളൊക്കെ ചൂസ് ചെയ്യുമല്ലോ. അങ്ങനെ നല്ലതാട്ടോ. നല്ല ജോർജറ്റ് മെറ്റീരിയൽ സാരി. പിങ്ക്, ഡാർക്ക് പിങ്ക് അല്ലെങ്കിൽ വാടാമുല്ല കളർ. കണ്ടോ? അവിടെ വിളിക്കുന്നുണ്ടല്ലോ. കട്ട് ചെയ്യണോ? ഓ, അടുത്തത് ഇത് പീച്ചിൻ്റെ ലൈറ്റും ഡാർക്കും. എന്നിട്ട് ബോർഡർ വരുമ്പം ഈ അടക്കയുടെ ഒക്കെ കളറില്ലേ, ബ്രിക്ക് റെഡ്, ആ ഒരു കളർ. ഇനി മുന്താണിയില്ല, മുന്താണിയില്ല, ഇങ്ങനെ തന്നെയാണ്. അത് ഇതാണോ മുന്താണി? ഇല്ലല്ലേ? ഇല്ല. അതോ കാണിച്ചതാ. അതാ 200ൻ്റെ ആണെന്ന് ഡൗട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ട് ഇട്ടതാണ്. എഡിറ്റ് ചെയ്യുമ്പോഴേ നോക്കി ചെയ്തോണം, അല്ലെങ്കിൽ ചുമ്മാ എടുക്കാൻ നല്ല സാരികളാട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ 200 300 എന്നൊന്നും വിലയൊന്നും നോക്കണ്ട. ഇതിനെ എത്ര നല്ലതാക്കാവുന്ന അവനവൻ്റെ കയ്യിലായിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ചുമ്മാ ഒരു സ്റ്റഡും ഒക്കെ ഇട്ട് അതിന് ചേരുന്ന ഒരു ബ്ലൗസും ഒക്കെ ഇട്ട് നല്ല രീതിക്ക് കറക്റ്റ് ഫിറ്റിംഗ് ഉള്ള ഒരു ബ്ലൗസ്. ഇപ്പോൾ റെഡിമെയ്ഡ് ബ്ലൗസൊക്കെ ഒത്തിരി വാങ്ങിച്ചിട്ടില്ല. ഓരോരുത്തരൊക്കെ 8ഉം 10ഉം 20 കൊല്ലം വാങ്ങിച്ച് എല്ലാ ബ്ലൗസും വാങ്ങിച്ചാളുണ്ട് അല്ലേ? 30 ബ്ലൗസ് ഒന്നിച്ച് വാങ്ങിച്ചവരൊക്കെ ഉണ്ട്. US ഉള്ള ആൾക്കാരൊക്കെ ഒത്തിരി. അവർക്ക് പിന്നെ അങ്ങോട്ട് എന്നാ പറയുന്നത് ഒന്നിച്ചങ്ങ് വാങ്ങിച്ചായിരിക്കും. അപ്പോൾ എല്ലാ കളറും കിട്ടും. അപ്പോൾ ഇങ്ങനത്തെ സാരി കിട്ടിയിട്ട് നല്ലൊരു സ്റ്റഡോ നല്ലൊരു പേളുമാലയോ ഒക്കെ കൂടി ഇട്ട് കഴിഞ്ഞാൽ 200 രൂപ പോയിട്ട് നല്ല എന്താ പറയുക, നല്ല സ്റ്റൈലായിട്ട് പോവാം. വിലയിലല്ല, വില മതിക്കുന്നുണ്ടോ വില മതിക്കുന്നില്ല അല്ലേ, അതിലല്ലല്ലോ കാര്യം. എൻ്റെ കാഴ്ചപ്പാടാണ് പറയുന്നത് കേട്ടോ. ഭംഗിയായിരിക്കും, നീറ്റായിരിക്കണം, വൃത്തിയായിരിക്കണം. അല്ലാതെ കുറേ അങ്ങ് ഇത് ചുമ്മാ നല്ല ഫ്ലോറൽ പ്രിന്റ് വരുന്ന ആഷ് കളർ സാരിയെ ഫ്ലോറൽ പ്രിന്റും ബേബി പിങ്കും കൂടെ കണ്ടോ. ഇതിൻ്റെ അല്ലെങ്കിൽ ഇത്തെ കൂടെ പോയിരിക്കുന്ന ആ ഒരു ലാവണ്ടർ ഷെയ്ഡിൻ്റെ ഫ്ലോറൽ പ്രിന്റില്ലേ, അതിൻ്റെയോ അല്ലെങ്കിൽ ആഷിൻ്റെയോ തന്നെ ബ്ലൗസ് ഇട്ടാൽ നല്ല ഭംഗിയാണ്. ഇതൊന്ന് കാണിച്ചാണോ? അല്ലല്ലേ, ഒന്നും മനസ്സിലാവുന്നില്ല. ഒരു സുഖമില്ല എനിക്ക്, കാലിനൊക്കെ ഭയങ്കര വേദന എടുക്കും. അതുകൊണ്ട് ഇങ്ങനെ ഒരുമാതിരി ആയിട്ട് എനിക്ക് വേദന എടുക്കുന്ന പറഞ്ഞിട്ട് ഇങ്ങനെ ഒബാടാമുള്ള കളർ കണ്ടോ, കണ്ടോ നല്ല രസമല്ലേ. ഈ സാരി കാണിക്കുന്ന എൻ്റെ ആപ്പീസ് കൂട്ടുന്ന പരിപാടിയായത്. ഓരോന്നും അല്ലേ, ചുമ്മാ പറ്റുമല്ലേ? ചുമ്മാ അങ്ങനെയൊന്നും പറയാൻ പാടില്ലല്ലേ. ഇതൊക്കെ വലിയ ജോലിയാണ്. ഇതൊക്കെയാണോ വലിയ ജോലി? ഓരോരുത്തരൊക്കെ കഷ്ടപ്പെടുന്നതൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവമേ. എന്താ ഇതും ഈ പറഞ്ഞ പോലെ നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു പേസ്റ്റൽ ഷെയ്ഡായത്. ബിസ്ക്കറ്റ് കളറിൻ്റെ ലൈറ്റ് എന്നിട്ട് പീച്ചും നല്ല ഭംഗിയാണ് ശരിക്കും. ഇത് നമുക്കതിനൊരു ഡിസൈൻ കൊടുത്ത് ഡിസൈൻ സാരിക്ക് എന്നാ ഡിസൈൻ കൊടുക്കാനാന്നല്ല,
ഒരു പ്രത്യേക എന്നാ പറയുക ആക്സസറി ഒക്കെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇച്ചിരി വണ്ണമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിലും വണ്ണമില്ലാത്തവരാണെങ്കിലും നല്ല ഒതുങ്ങിയിരിക്കും, ബോഡി ഷേപ്പ് നല്ല ഇതായിട്ടിരിക്കും. സ്പീഡാക്കണോ? അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ എന്നെ ചെയ്യും. പിന്നെ ഇതെല്ലാം കൂടി അഴിച്ചിങ്ങോട്ട് തന്നൂടെ, പിന്നെ ഞാൻ ഇങ്ങനെ പൊട്ടിക്കാതെ നിൽക്കണ്ടല്ലോ. ഇതാ വേറെ ഇതെല്ലാം ഒറ്റ പീസ് വെച്ചേ ഉള്ളൂ കേട്ടോ, ഒരു പീസ് വെച്ചേ ഉള്ളൂ, ഒരു പീസും കൂടി ഇരുന്നില്ല. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞിട്ട് ദൈവത്തെ ഓർത്ത്, അത് ഞാൻ ലാസ്റ്റ് പറയാം, അല്ലെ ആദ്യം പറഞ്ഞാൽ കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ. 26 സാരിയാണോ ഇത് പറഞ്ഞത്? 26 സാരിയുടെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കല്ലേ എൻ്റെ പൊന്നും മക്കളല്ലേ, പൊന്നാര കുഞ്ഞുങ്ങളല്ലേ, പൊന്നാര കുട്ടികളല്ലേ, അങ്ങനെ അയക്കല്ലേ കേട്ടോ, ചക്കരമണികളല്ലേ അയക്കുക. അയ്യോ, ജെസ്സി തോമസിനെ കണ്ടുകിട്ടിയിട്ടില്ല, കണ്ടുകിട്ടി ജെസ്സി തോമസ് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇസമല്ല ഫാഷൻ സ്റ്റോറുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. വന്ന് 1000 രൂപ. അയ്യപ്പട എന്നെ രസമല്ലേ, ഒരു ക്രേപ്പിൻ്റെ ഒരു പെരുവരിപ്പുള്ള ഒരു സൈസാണേ, നല്ല സാരി. ഇതൊക്കെയാണ് സാരി സത്യത്തിൽ, സത്യം ഞാൻ പറയും. ഇതൊക്കെ കൊടുത്തിട്ട് 10 പേരെ കൊണ്ട് അടിപൊളിയാണല്ലോ എന്ന് പറയിക്കണം. അതിൽ ആ കഴിവിരിക്കുന്നത് വെറും 300 രൂപ മുടക്കും. സ്റ്റാഫിൻ്റെ എല്ലാത്തിലും ഞാൻ ഉറപ്പിക്കും കേട്ടോ, ഇവിടെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാറ്, എല്ലാം വന്ന് ഓരോ കാര്യത്തിന് വിളിക്കുക. ഇത്ര നേരം വിളിക്കണ്ടായിരുന്നു ഒറ്റ ഒരെണ്ണത്തിന്. അടുത്ത ആളൊന്നിവിടെ അനീഷ് എന്നോട് അത്യാവശ്യത്തിനായിരിക്കും കേട്ടോ, അവരെന്നെ ചെയ്യാം ചുമ്മാ. മഞ്ഞിക്കിളി ഹായ് 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 ഹായ്, നോക്ക് ഇതൊക്കെ ഉടുക്കണം എന്നിട്ടിട്ടല്ലോ. ഞാനിങ്ങനെ പറയും ആ ഒരു സാരി വെച്ചോണ്ടാ പറയുന്നത്. എന്നാ രസമാണെന്ന് നോക്കി, ഇതിനൊക്കെ ഒരു വെറൈറ്റി സ്റ്റൈല്. അങ്ങനെയിട്ട് ഒരു ടച്ച് കൊടുക്കണം, നമ്മുടെ പഴയ മൂവിക്കകത്തൊക്കെയുള്ള ഒരു ഇതില്ലേ, അങ്ങനത്തെ ഒരു ടച്ച് കൊടുക്കും. ഇതെനിക്ക് സംശയമുണ്ട് 200 രൂപയുടെ സാരിയാണെന്ന് കേട്ടോ. 200 രൂപയുടെ സാരിയെ പിടിക്കുമ്പോൾ എനിക്കറിയാം, വേറൊന്നുമല്ല സ്റ്റഫിലുള്ള വ്യത്യാസം. ഒരു 100 രൂപയുടെ വ്യത്യാസമുള്ളൂ, വലിയ വ്യത്യാസമൊന്നുമില്ല. 200 രൂപയുടെ സാരി എന്തോരം പേര് വാങ്ങിച്ച. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണോ? നല്ലതാണോ? ഇതൊക്കെ ഉണ്ടല്ലോ ടോപ്പ് തയ്ക്കാൻ നല്ലതാണ്, അനാർക്കലി ടോപ്പ് തയ്ക്കാൻ നല്ലതാണ്. എന്ന് വെച്ചാൽ വേറെ ബോർഡർ ഒന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് മാറ്റിയിട്ട് നോക്കിയിട്ട്, അതൊക്കെ ഞാൻ മാറ്റിയിട്ട് 2 എണ്ണം നോക്കിയിട്ട് എഡിറ്റ് ചെയ്യാമേ. അനീഷിന് അത്യാവശ്യം വല്ലതും ഉണ്ടായിരുന്നാവോ? എന്താണ് ബോഡി? ഒരു വർഷം തീരാൻ പോവല്ലേ? എനിക്കത് ഡിസംബർ തീരാൻ പോകുമ്പോഴേ വിഷമം. അത് ബ്രാസോ സാരി എന്നാന്നറിയാവോ, ഒരു വർഷം തീരുന്ന പുതുവർഷം വരുന്നതൊക്കെ നല്ലതാണേ, പക്ഷെ ചൂടുകാലം വരുമല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് പറ്റത്തില്ല. അയ്യോ, ഫാനിൻ്റെ ഇല്ലേ, ആരോട്ട് പറയുവാണേ, ഫാന് സമ്മാനം തന്നില്ലെങ്കിലും വേണ്ടിയില്ല, ഫാനിൻ്റെ കീഴിൽ നിന്ന് മാറുന്നത്. ഞാൻ പിശുക്കി വെച്ചേക്കുന്നൊന്നും അല്ലെന്ന്, ഇതിനകത്ത് AC ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ AC ഇട്ട് ഫാൻ വിട്ടായിരിക്കുന്നത്. ഇനി പോത്താണോ എന്ന് എനിക്ക് എന്നെ സംശയമുണ്ട്. എനിക്ക് ഭയങ്കര തണുപ്പ് വേണം എപ്പോഴും. ബ്രാസോ സാരിയാണേ, ബ്രാസോയുടെ മെറ്റീരിയൽ അറിയാമല്ലോ, ഇതാ സ്റ്റഫ്. അതുകൊണ്ട് നന്നാക്കാതെ ഇരിക്കുന്നതാണ്. ഫാന് ഇടയ്ക്ക് നല്ലതല്ലേ, ഇടയ്ക്ക് ഒരൊച്ചയൊക്കെ കേട്ട് വണ്ടിയും പറഞ്ഞു നോക്കിയിരിക്കും. ഞാൻ നേരം ആ ഒച്ച കേൾക്കുമ്പോൾ സ്വപ്നത്തിൽ ഉണരും. ഇതൊക്കെ എന്നാ നല്ല സാരിയല്ലേ, ഇതൊക്കെ തെറ്റിപ്പോയൊന്നും അല്ലല്ലോ അല്ലേ? ഞാൻ ചുമ്മാ നമ്പർ ഇടുന്നതല്ല കേട്ടോ, ശരിക്കും പറഞ്ഞു എൻ്റെ കാര്യമല്ല. ഇത് കടയിൽ വന്ന് വാങ്ങിക്കുന്ന ധാരാളം പേരുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഈ സാരി ഡയറക്റ്റ് കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യാമെന്ന് നിങ്ങൾ ഓർക്കരുത്. ഞാൻ ഓൺലൈനിൽ കാണിച്ചിട്ട് കടയിൽ സ്റ്റോക്ക് കാണണമെന്നില്ല കേട്ടോ. ചിലർ നേരെ വരുവേ, പക്ഷെ പിറ്റേ ദിവസം വന്നു കഴിഞ്ഞിട്ട് അത് കിട്ടാത്തപ്പോൾ അവർക്ക് ഭയങ്കര നിരാശയാവും. ഇതാണ് ബോർഡറെ, ഇങ്ങനെ ഇതുണ്ട്, ഇങ്ങനെ ഒരു കാന്ത വർക്ക് പോലെയൊക്കെ പോയിട്ടുണ്ട്. ഇതേ കൂടെ ക്രീമും നല്ലൊരു ടീൽ ബ്ലൂ ബോർഡറും കൂടെ വന്നിട്ട് ഇവിടെ എന്തിനെ, ഇത് നല്ല സാരിയാണ്. ഇത് 200-ന്റെ 300-ന്റെ ഒന്നും അല്ല, ഇത് 1000-900 രൂപയുടെ സാരി. എന്തിനാണോ എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് കടയിൽ വന്ന് ഷോപ്പിൽ വന്ന് ഇത് കളക്ട് ചെയ്യാം, പക്ഷെ ബുക്ക് ചെയ്യുന്നത് ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് ഷോപ്പിലേക്ക് വരുന്നതായിരിക്കും ഉചിതം. കാരണം ഇതെല്ലാം ഓരോ പീസല്ലേ ഉള്ളൂ, പോകാൻ ഇത് തീരും. ഇത് ശനിയാഴ്ച നോക്കി ഇടുന്നത് തന്നെ
പിറ്റേ ദിവസം ഒരു ദിവസം നമുക്ക് സൺഡേ ഹോളിഡേ ആണല്ലോ ഓൺലൈനേ. അപ്പം കണ്ടോ തരുമുണ്ടൊരു സ്റ്റോണ്, ചെറിയൊരു സ്റ്റോണുണ്ട്. ഇങ്ങനെ പിടിച്ചാലേ അറിയത്തുള്ളൂ കേട്ടോ, കണ്ടാൽ അറിയാമെന്ന് അറിയത്തില്ല. നല്ല സാരി കേട്ടോ, എല്ലാം നല്ല സാരികളാണ്. ലൈറ്റ് ബ്ലൂവും നേവി ബ്ലൂവും, ബ്ലൂ ആണോ ഗ്രീനാണോ എന്തോ ഒരു കളറല്ലേ, ഗ്രീനുണ്ട് കേട്ടോ ഇതേ കൂടെ. ഇത് മടക്ക് പെൺപിള്ളേർക്കൊരു പണിയാണ്. എനിക്ക് ഇങ്ങനത്തെ സാരി ഭയങ്കര ഇഷ്ടം. എന്നാന്നറിയോ, ബോർഡർ ഇല്ലാതെ ഒറ്റ പൂക്കൾ വാരിയിട്ട പോലെ നല്ല ഒതുങ്ങി കിടക്കും, നല്ല ബോഡി ഷേപ്പിൽ കിടക്കും. ഇങ്ങനെ അഴിച്ചിട്ടൊക്കെ പോകാനാണെങ്കിൽ ഒത്തിരി നല്ല. എന്നിട്ടൊരു വെള്ള മുത്തുമാല ഇട്ട് നോക്കിയേ, വേറൊരു ഗെറ്റപ്പായിരിക്കും. ഞാനും ഉണ്ട്, ഒരു മുത്തുമാലയും ഉണ്ടല്ലേ. മുത്തുമാല വിട്ടിട്ട് അല്ല, പേളുമാല വിട്ടിട്ട് ഒരു കടിയില്ല. എനിക്ക് ഇഷ്ടമേ ഇല്ല ഗോൾഡിലാണ്, സത്യം ഞാൻ പറയുന്നു. പിന്നെ എന്തിനാ ഇടുന്നതെന്ന് ചോദിച്ചാൽ സൗകര്യം നോക്കി ഇടുന്ന ഒരു സാധനം. ഞാൻ കമ്മലൊന്നും സ്വർണ്ണം ഇടത്തേ ഒരിക്കലും എടുത്തില്ല. ബട്ടർഫ്ലൈ, അയ്യോ വേറെ അത് ക്രിസ്മസിന് മുന്നേ കൊടുക്കണ്ടായിരുന്നല്ലോ. നല്ല രസം അത് കാണാനല്ലേ. അയ്യോ, ഇതൊരു ക്രേപ്പിൻ്റെ കൂട്ട് മെറ്റീരിയലാണേ. പ്യുവർ ക്രേപ്പല്ല കേട്ടോ, പ്യുവർ ക്രേപ്പൊന്നും ഞാൻ പറഞ്ഞതെന്ന് തെറ്റിദ്ധരിക്കില്ലേ. പ്യുവർ ക്രേപ്പിനൊക്കെ വില ആയിരങ്ങൾ അങ്ങോട്ട് മേളിലേക്ക് പോകും. നല്ല ഡാർക്ക് ചില്ലി റെഡ് അല്ലേ, ഇത് ബ്ലാക്ക്. നല്ല രസമുണ്ട്. ബ്ലാക്ക് ബ്ലൗസോടെ ഇടുവാണെങ്കിൽ അതേപോലെ ഒരു ബോർഡറും ഉണ്ട് കേട്ടോ, ഒരു ചെക്ക് ബോർഡർ. രണ്ടെണ്ണം കൂടെ കാണിച്ച ഇന്നത്തെ കലാപരിപാടി കഴിഞ്ഞു. അടുത്ത ദിവസം ഉണ്ട് ഡിസ്കൗണ്ട് സെയിൽ കേട്ടോ. ഇന്നത്തെ കിട്ടാത്തവർ വിഷമിക്കൊന്നും വേണ്ട. ഈ ഡിസ്കൗണ്ട് സെയിൽ എന്നിട്ടാലും പരാതികൾ കേൾക്കാം. ഇതെന്നാ ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ, 15 വീഡിയോ മൊത്തം കാണത്തുമില്ല, മുറിയെ കാണുള്ളൂ. കാരണം ഇത് ഡിസ്കൗണ്ട് സെയിലാകുന്ന ഒരു പീസോ ഉള്ളതെന്നൊന്നും പറയുന്നത് കേൾക്കത്തില്ലായിരിക്കും. എന്നിട്ട് ഇത് തന്നെ ഈ 1/2 മണിക്കൂറായതല്ലേ ഉള്ളൂ വീഡിയോ ഇട്ടിട്ട്, ഇത്ര പെട്ടെന്ന് തീർന്നു പോയോ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യവും കിട്ടിയില്ല, ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഒന്നും ഓർക്കണ്ട. അടുത്ത ദിവസം എല്ലാ ദിവസവും ഇനിയിപ്പം പ്രൊഡക്ഷനാണ്. പിന്നെ കുറേ പുതിയ കളക്ഷൻസ് വന്നിട്ടുണ്ട്, ഒത്തിരി ചുരിദാറും കുർത്തിയെല്ലാം വന്നിട്ടുണ്ട്. വെസ്റ്റേൺ ടോപ്പുകൾ ഒത്തിരി വന്നിട്ടുണ്ട്. വെസ്റ്റേൺ ടോപ്പ്, നമ്മുടെ കൊറിയൻ പാൻസൊക്കെ നിങ്ങൾക്ക് ഒരിടത്തും കിട്ടത്തില്ലാത്ത അത്രയും നല്ല റേറ്റ് കുറവില്ല. കൊറിയൻ പാൻറ്റുണ്ടല്ലോ 3/4 ഇഷ്ടം പോലെ നല്ല ക്വാളിറ്റി സ്റ്റാൻഡേർഡ് മെറ്റീരിയലിൽ വന്നിട്ടുണ്ട്. 500 രൂപ 600 രൂപ ആ ഒരു റേറ്റിൽ. കൊറിയൻ പാൻറ്റൊന്നും ആ ഒരു റേറ്റിൽ കിട്ടത്തില്ല. ആ മെറ്റീരിയൽ, ആ അത്രയും സ്റ്റഫ്, ക്വാളിറ്റിയുള്ള സ്റ്റഫ്. അതുപോലെ വെസ്റ്റേൺ ടോപ്പുകൾ ഒത്തിരി വന്നിട്ടുണ്ട്, കുർത്തി വന്നിട്ടുണ്ട്, ചുരിദാർ സെറ്റ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട്. ഡയറക്റ്റ് വരുന്നവർക്ക് വേണ്ടി പറഞ്ഞാണ്. അപ്പം നിങ്ങൾ ഒരു കാര്യം ദയവായി ശ്രദ്ധിക്കണം. നിങ്ങൾക്ക് വേണ്ട 5 എണ്ണമാണ് വേണ്ടത്. 5 എണ്ണത്തിൻ്റെ മാത്രം സ്ക്രീൻഷോട്ട് ഇടണം. 10 എണ്ണത്തിന് സ്ക്രീൻഷോട്ട് ഇരുന്നിട്ടിട്ട് ഒരെണ്ണം തരാൻ പറയരുത് കേട്ടോ. അപ്പം നമ്മൾ എന്നെ എടുക്കും, നമ്മളത് എടുത്ത് നോക്കാനുള്ള സമയം ബുദ്ധിമുട്ടായിട്ട് റിപ്ലൈ തരാൻ താമസിക്കുമ്പോഴത്തേനും സാധനം പകുതി മുക്കാലും തീർന്നു പോകും. ബുദ്ധിമുട്ടുകൾ പറയാൻ മാത്രം എനിക്കറിയാം. പക്ഷേ കാര്യങ്ങൾ ഓടിക്കണ്ടേ, അതുകൊണ്ട് ഒത്തിരി മിസ്റ്റേക്ക് വരാതെ, ഒരെണ്ണം സെയിലായി പോയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരെണ്ണം മിസ്റ്റേക്ക് വരാതിരിക്കണം എന്നൊരു പിടിവാശിയുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ പറയുന്നത്. പിന്നെ ഇതാണ്, റിട്ടേൺ ഇല്ല, എക്സ്ചേഞ്ച് ഇല്ല, റീഫണ്ട് ഇല്ല, ഒന്നുമില്ല. നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വാങ്ങിക്കുക. വാങ്ങിച്ചാൽ വാങ്ങിച്ചതാണ്. പിന്നെ നമ്പർ കൂട്ടി സ്ക്രീൻഷോട്ട് എടുക്കണം. 5 or 10 ഒക്കെ എണ്ണം വാങ്ങിച്ചോ, ലാഭത്തിൽ കിട്ടുമ്പോൾ. ഷിപ്പിംഗ് ചാർജ് ഉണ്ട് കേട്ടോ, ഷിപ്പിംഗ് ചാർജ് ഇല്ലാതില്ല. നമ്മളങ്ങനെ ഷിപ്പിംഗ് ചാർജ് ഇല്ല എന്ന് ധരിപ്പിച്ച് ഷിപ്പിംഗ് ചാർജ് വാങ്ങിക്കുന്ന പരിപാടിയില്ല. ഷിപ്പിംഗ് ചാർജ് ഉണ്ടെന്ന് തന്നെ പറഞ്ഞാണ് കൊടുക്കുന്നത്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.